എന്തുകൊണ്ട് ശൈലജ ടീച്ചറെ പേരാവൂരിലേക്ക് വീണ്ടും ഇടതുപക്ഷം അയക്കുന്നു എന്നുള്ളതാണ്. ടീച്ചറെ ഒതുക്കാനൊക്കെയുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും രാഷ്ട്രീയത്തിനകത്ത് സ്ത്രീകളുടെ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ നമ്മൾ വളരെ പുറകിൽ നിൽക്കുന്നു എന്നുള്ളത് കേരളം നേടുന്ന മറ്റെല്ലാ പുരോഗമനപരമായ നേട്ടങ്ങൾക്കും ഒരു അപമാനപരമായി നിൽക്കുന്നിടത്താണ് കെ ശൈലജ എന്നുള്ള രാഷ്ട്രീയ നേതാവ് അതിഗംഭീരമായി കേരളത്തിൻ്റെ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വരുന്നത്. ഭരണം നഷ്ടപ്പെട്ടാൽ ഇന്ത്യയിൽ ഒരിടത്തും ഭരണമില്ലാത്ത പാർട്ടിയായി ഇന്ത്യയിൽ ഇടതുപക്ഷം മാറാൻ പോവുകയാണ്. ശരിക്കും നമ്മൾ പറഞ്ഞു തുടങ്ങേണ്ടത് തോറ്റ ശൈലജയുടെ പേരാവൂർ എന്നിട്ടാണ്, ജയിച്ച ശൈലജയുടെ പേരാവൂർ എന്നിട്ടല്ല. 2021 ചരിത്രപരമായ തോൽവിയിലേക്ക് കോൺഗ്രസ് പോയതുകൊണ്ട് മാത്രം KPCC പ്രസിഡന്റായി വന്ന ഒരേ ഒരു മനുഷ്യനാണ് സണ്ണി ജോസഫ് എന്ന് പറയുന്നത്. കാരണം പേരാവൂരിൻ്റെ മനുഷ്യനാണ് അയാൾ, പേരാവൂരിൽ ജീവിക്കുന്ന ആളാണ് അയാൾ. കെ ശൈലജ എന്ന് പറയുന്ന ആ ഒരു ഫിഗറിനെ ഇല്ലായ്മ ചെയ്യേണ്ടത്, ആ ഒരു രാഷ്ട്രീയ ശരീരത്തെ ഉന്മൂലനം ചെയ്യേണ്ടത് ആരുടെ ആവശ്യമായിരുന്നു? അത് പ്രതിപക്ഷത്തിൻ്റെ മാത്രം ആവശ്യമായിരുന്നോ? അതല്ലെങ്കിൽ കെ ശൈലജയ്ക്ക് നേരെ നടന്നിട്ടുള്ള ഈ രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഗുണഭോക്താക്കൾ ആര് എന്നുള്ള ഗൗരവമായ ഒരു ചോദ്യം കൂടി കോടിയേരി ബാലകൃഷ്ണൻ പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാത്ത 10,000-കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ആളുകളാണ് ഈ പാർട്ടിയുടെ കരുത്ത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പാർട്ടിയിൽ 5 തവണ MLA ആയ ഈ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയായ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് കെ ശൈലജ എന്ന് പറയുന്നത്. ഈ പാർട്ടിയുടെ മുഖം തന്നെയാണവർ. സണ്ണി ജോസഫിനെ പോലുള്ള ഒരു KPCC പ്രസിഡന്റിന്, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവിന് ഒരു വികസനത്തെ പറ്റി പറഞ്ഞ അവിടെ വോട്ട് പിടിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. ഈ വികസനം എവിടെ നിന്നാണ് വന്നതെന്ന് പറയുമ്പോൾ പേരാവൂരിലെ ജനങ്ങൾ കണ്ടിട്ടുണ്ട് ഈ വികസനം. കോൺഗ്രസിൻ്റെ ആ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരാൾ അവിടുത്തെ BJPയുടെ സ്ഥാനാർത്ഥിയായി വരാൻ പോവുകയാണ്. സണ്ണി ജോസഫിൻ്റെ സഹോദരൻ തന്നെ ഒരു BJPയുടെ പരിപാടിയിൽ പോയ വാർത്ത കഴിഞ്ഞ ദിവസം. കെ ശൈലജയോട് വനിതാ മുഖ്യമന്ത്രി എന്ന ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ അവർ അസ്വസ്ഥയാവുന്നതും അവർ ആ ചോദ്യത്തോട് പ്രതികരിക്കാൻ സാധിക്കാതെ വരുന്നതുമായ ഒരു നിസ്സഹായ അവസ്ഥ അവർക്കുണ്ട്. നമസ്കാരം. തെരഞ്ഞെടുപ്പിന്റെ വടക്കൻ കളരിയിൽ ഇക്കുറി ഒരു പോര് നടക്കും, ഒരു ഒന്നൊന്നര പോര്. ഇടതുപക്ഷത്തിന്റെ തീപ്പൊരി നേതാവ് കെ ശൈലജ ഒരു വശത്ത്, മറുവശത്ത് KPCCയുടെ അമരക്കാരൻ സണ്ണി ജോസഫ്. 2006 മണ്ഡലം പിടിച്ചതിന്റെ ആത്മവിശ്വാസത്തിൽ കോൺഗ്രസ് കോട്ട പിടിക്കാൻ ഇടതുപക്ഷം നിയോഗിച്ച വജ്രായുധമാണെങ്കിലും മനസ്സില്ലാ മനസ്സോടെയാണ് മലയോരത്ത് മത്സരിക്കാൻ ടീച്ചർ എത്തുന്നതെന്നാണ് പുറത്തുള്ള സംസാരം. ഏറ്റവും ഒടുവിലെ തിരഞ്ഞെടുപ്പിൽ നേരിയ ഭൂരിപക്ഷത്തിന് മാത്രം വിജയിച്ച കോൺഗ്രസിനാണെങ്കിൽ ഇക്കുറി ചങ്കിടിപ്പേറെയുമാണ്. രാഷ്ട്രീയ കേരളം ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരാവൂരിലേക്ക് ചുരുങ്ങുകയാണെങ്കിൽ അവിടെ ആരാകും, ആർക്കൊപ്പം? ഈ ചർച്ചയിൽ പേരാവൂരിനെ കുറിച്ച് സംസാരിക്കുന്നത് സായ്കുമാർ, ദിബിൻ മാനന്തവാടി, ഷെഫീഖ് താമരശ്ശേരി, ജിഷ്ണു രവീന്ദ്രൻ എന്നിവരാണ്. ജിഷ്ണു, നമുക്കൊരു പൊതുചിത്രം പറഞ്ഞു വേണം തുടങ്ങാൻ. പേരാവൂർ എന്നത് ഒരു UDF മണ്ഡലമാണ്, കോൺഗ്രസിന്റെ കോട്ടയാണ്, KPCC അധ്യക്ഷൻ തന്നെയാണ് സിറ്റിംഗ് MLA. ഇപ്പോൾ ഇടതുപക്ഷത്തിന് വളരെ അപൂർവമായി മാത്രം വിജയമുണ്ടായിട്ടുള്ളൊരു മണ്ഡലമാണ്. അതിൽ 2006 കെ ശൈലജയുടെ വിജയമാണ് ആ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം തന്നെ ഇടതുപക്ഷത്തിനുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വിജയം. മറ്റൊരു പ്രത്യേകത, കെ ശൈലജ തുടർച്ചയായി മത്സരിച്ചതിൽ 5 തവണ മത്സരിച്ചതിൽ ഒരേ ഒരു വട്ടമേ തോറ്റിട്ടുള്ളൂ. അത് സണ്ണി ജോസഫിനോടാണ് 2011. സണ്ണി ജോസഫ് ആണെങ്കിൽ കെ ശൈലജയോട് വിജയിച്ചാണ് ആദ്യമായി തന്നെ നിയമസഭയിലെത്തുന്നത്. ഇങ്ങനെ കുറെ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഒരു പൊതുചിത്രം എന്താണ്? ഇന്ന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഏറ്റവും ഉറ്റുനോക്കുന്ന ശക്തമായ പോരാട്ടം നടക്കുന്ന പേരാവൂരിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നോക്കൂ, പേരാവൂർ നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു ഭൂമികയാണ് എന്ന് വേണം പറയാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ്, അതിൻ്റെ ഒരു ജോഗ്രഫി കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പേരാവൂരിനെ കുറിച്ച് മനസ്സിലാക്കാൻ. അതിൻ്റെ രാഷ്ട്രീയവും അവിടുത്തെ സാമുദായിക സമവാക്യങ്ങളും അവിടുത്തെ ആളുകളുടെ ദൈനംദിന പ്രശ്നങ്ങളും എല്ലാം ആ ഒരു ഭൂമികയുടെ, ആ ടെറിട്ടറിയുടെ, അതിൻ്റെ ലാൻഡ്സ്കേപ്പുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. അതായത് ആ ഒരു മലയോര പ്രദേശത്തിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും എല്ലാവിധ പ്രത്യേകതകളും നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് പേരാവൂർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ റോഷ്നി സൂചിപ്പിച്ചതുപോലെ അതൊരു കോൺഗ്രസ് മണ്ഡലമാണ്, കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമാണ് എന്ന് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും 10,000-ൽ താഴെയാണ് സണ്ണി ജോസഫിൻ്റെ ഭൂരിപക്ഷം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതേ സമയത്ത് അതൊരു കോട്ടയായി തന്നെ വിലയിരുത്തപ്പെടുകയും കോൺഗ്രസിൻ്റെ ഒരു ശക്തി കേന്ദ്രമായി തന്നെ വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് 1920-ലും 24-ലും ഒക്കെയായി ആരംഭിച്ച ഒരു കുടിയേറ്റം 1980-കളിലേക്ക് എത്തുമ്പോഴേക്കും അത്
അവസ്ഥയിലേക്ക് എത്തുന്നു. 77 മണ്ഡലം രൂപീകരിക്കപ്പെടുന്നത്. 77 KP നൂറുദ്ദീനിൽ ആരംഭിക്കുന്ന ഒരു ചരിത്രമാണ്, ഒരു തിരഞ്ഞെടുപ്പ് ചരിത്രമാണ് പേരാവൂരിനുള്ളത്. ആ ചരിത്രത്തിൽ നേരത്തെ റോഷ്നി സൂചിപ്പിച്ചതുപോലെ 2006 മാത്രമാണ് ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു CPIM സ്ഥാനാർത്ഥി അവിടെ വിജയിക്കുന്നത് എന്ന പ്രത്യേകത അവിടെയുണ്ട്. അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ള ചോദ്യമുണ്ട്. അതിനുശേഷം 2009 മണ്ഡല പുനർനിർണയം നടക്കുന്നു. മണ്ഡല പുനഃക്രമീകരണത്തിന് ശേഷമാണ് ആ മണ്ഡലം പൂർണ്ണമായും ഒരു കോൺഗ്രസ് കോട്ടയായി, അല്ലെങ്കിൽ ഒരു സണ്ണി ജോസഫിനെ ഒരു തരത്തിൽ പരാജയപ്പെടുത്താൻ സാധിക്കാത്ത തരത്തിൽ അത്രയും ശക്തമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്ന 2009 ശേഷമാണ്. നോക്കൂ, കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളെല്ലാം നോക്കിയാൽ അവിടെ നിലനിൽക്കുന്ന ഒരു പ്രത്യേകമായ ഒരു സാഹചര്യമുണ്ട്. അവിടെ ആളുകൾക്കിടയിൽ നിലനിൽക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. അതായത് അവിടെ നോക്കൂ, ക്രിസ്ത്യൻ സമൂഹം വളരെ ശക്തമായി നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സിറിയൻ ക്രിസ്ത്യാനികൾ, അതായത് കുടിയേറി വന്ന സിറിയൻ ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ കൺവേർട്ടഡ് ക്രിസ്ത്യൻസും ഉള്ള ഒരു സ്ഥലമാണ്. എന്നാൽ ഇവർ തമ്മിൽ ഒരു സംഘർഷമില്ല എന്നുള്ളൊരു പ്രത്യേകത കൂടി പേരാവൂരിനുണ്ട്. അതായത് മറ്റു പല സ്ഥലങ്ങളും എടുത്ത് നോക്കി, ഇപ്പോൾ നോക്കൂ, തൃശ്ശൂരിൽ ഈ പറയുന്ന സിറിയൻ ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ ഒരു മേൽത്തട്ടിലുള്ള ക്രിസ്ത്യാനികളുടെ വലിയ പിന്തുണയാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ചിരുന്നത്. എന്നാൽ അതേസമയത്ത് ഇത്തരം സാഹചര്യങ്ങൾ പലപ്പോഴും മറ്റ് വിഭാഗങ്ങൾ ഇടഞ്ഞു നിൽക്കുകയും അല്ലെങ്കിൽ കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് ഒക്കെ ഇടഞ്ഞു നിൽക്കുകയും അവർ മറ്റൊരു വിഭാഗത്തെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിലെ ഇത്തരം ക്രിസ്ത്യൻ സഭ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വോട്ടുകൾ വളരെ നിർണായകമായ മണ്ഡലങ്ങളിൽ കാണാൻ സാധിക്കും. പക്ഷേ പേരാവൂരിൽ അത് കാണാൻ സാധിക്കില്ല. പേരാവൂരിൽ അവിടുത്തെ പള്ളിയുമായി ബന്ധപ്പെട്ട് ആളുകളുടെ ജീവിതം കൂടി അങ്ങനെയാണ്. അതായത് നോക്കൂ, ഒരു 2ാം ഘട്ട കുടിയേറ്റത്തിൻ്റെ സമയത്ത് തലശ്ശേരി രൂപതയുടെ ഭാഗമായി പള്ളി തന്നെ ഏക്കർ കണക്കിന് ഭൂമിയെടുത്ത് ആളുകളെ പുനരധിവസിപ്പിച്ചിട്ടുണ്ട്. പള്ളിയുമായി കേന്ദ്രീകരിച്ചാണ് അവരുടെ ജീവിതം തന്നെ നിലനിൽക്കുന്നത്. അവർ ഒരുപാട് യാത്രാക്ലേശം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അവിടെ ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടായാൽ എങ്ങനെ അടുത്തുള്ള ആശുപത്രിയിലെത്തും? അവിടെ ആംബുലൻസ് സർവീസ് നൽകുന്നത് പള്ളിയാണ്. ഇത്തരത്തിലെല്ലാം ആളുകളുടെ ജീവിതം ഇങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കുന്നത് ഈ ക്രിസ്ത്യാനികൾക്ക് മാത്രമെന്നല്ല കേട്ടോ, അവിടെ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഇത്തരം ആവശ്യങ്ങൾക്ക് ആശ്രയിക്കുന്നത് പള്ളിയാണ്. അപ്പോൾ അങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പ്രത്യേക ഭൂമികയായി തന്നെ പേരാവൂരിനെ നമ്മൾ കാണേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം ഇങ്ങനെ പറയേണ്ടി വരുന്നത്. ഇനി തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലേക്ക് വരികയാണെങ്കിൽ വളരെ ചുരുക്കി ഞാൻ പറയാം. ഇപ്പോൾ 2006 ശേഷം 2011 ഇപ്പോൾ സണ്ണി ജോസഫിന് നേരെ മത്സരിച്ച് KK ശൈലജ പരാജയപ്പെടുന്നത് 3000 ചില്ലാനും വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് പരാജയപ്പെടുന്നത്. അതിനുശേഷം നോക്കൂ, സണ്ണി ജോസഫ് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഉയർത്തുന്നുണ്ട്, പിന്നീടും താഴെ പോകുന്നുണ്ട്. എന്നാൽ സണ്ണി ജോസഫിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നൊരു കാര്യമുണ്ട്, അദ്ദേഹം മണ്ഡലത്തിൽ വളരെ സജീവമായിട്ടുള്ള ഒരാളാണ് എന്നൊക്കെയുള്ള ഒരു വിലയിരുത്തൽ നേരത്തെ ഉള്ളതാണ്. എന്നാൽ ഒരേ സമയത്ത് താഴെയും മേലെയും പോകുന്നുണ്ടെങ്കിൽ കൂടി വലിയൊരു തരംഗമുണ്ടായ 2021 തെരഞ്ഞെടുപ്പിലും സണ്ണി ജോസഫിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. നോക്കൂ, കണ്ണൂർ ജില്ലയിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ആകെ 2 മാത്രമേ കോൺഗ്രസ് ഉള്ളൂ എന്ന് ആലോചിക്കണം. ഇരിക്കൂറിലും പേരാവൂരിലും മാത്രമാണ്. ആ പേരാവൂരിന് അങ്ങനെ, ഇരിക്കൂർ നമുക്കറിയാം അതൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ നിലനിൽക്കുന്ന ഒരു മണ്ഡലമാണ്. പേരാവൂരിനാണെങ്കിൽ ഈ ചെറിയ മാർജിനിലുള്ള വിജയങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അവിടെ നിലനിന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇനി മത്സരിക്കാൻ പോകുന്ന KK ശൈലജ 2006 KK ശൈലജയല്ല. 15 വർഷങ്ങൾക്കിപ്പുറം അവർ വീണ്ടും മത്സരിക്കുമ്പോൾ പഴയ KK ശൈലജയല്ല ഇപ്പോഴത്തെ KK ശൈലജ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുമാത്രമല്ല, പഴയ സണ്ണി ജോസഫ് അല്ല ഇപ്പോഴത്തെ സണ്ണി ജോസഫ് എന്ന് പറയുന്നത് കണ്ണൂരിലെ K സുധാകരൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളാൽ മറഞ്ഞുപോയ ഒരു സാധാരണ നേതാവ് എന്നതിനപ്പുറത്തേക്ക് KPCC അധ്യക്ഷൻ എന്ന പ്രത്യേക സ്റ്റേച്ചറിൽ വന്നൊരു നേതാവ് എന്ന പ്രത്യേകത സണ്ണി ജോസഫിനുണ്ട്. KK ശൈലജ എന്ന് പറയുന്നത് 15 വർഷങ്ങൾക്കിപ്പുറം നേരത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിൽ അവരുടെ വകുപ്പിലൂടെ കാണിച്ച ഒരു പെർഫോമൻസ് ഉണ്ട്. അത് കൊറോണയെ കൈകാര്യം ചെയ്യുന്ന സമയത്താണെങ്കിലും നിപ്പയാണെങ്കിലും ഒക്കെ അവർ കാണിച്ചൊരു കയ്യൊതുക്കവും ഒരു പ്രൊഫഷണലിസവും ഉണ്ട്. ആ പ്രൊഫഷണലിസത്തിനും കയ്യൊതുക്കത്തിനും ആളുകൾ കൈയടിച്ചിട്ടുണ്ട്. അതാണ് മട്ടന്നൂരിൽ 2021 അവർക്ക് ലഭിച്ച വലിയ ഭൂരിപക്ഷം. അത് കേരളത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഭൂരിപക്ഷമായി മാറിയത് അതുകൊണ്ടാണ്. ഈ 2 വലിയ സ്റ്റേച്ചറിലേക്ക് ഉയർന്ന നേതാക്കൾ 15 വർഷങ്ങൾക്ക് മുമ്പുള്ള ഇവരുടെ പോരാട്ടത്തിനപ്പുറത്തേക്ക് വലിയ സ്റ്റേച്ചറിലേക്ക് എത്തിയ ഇവരുടെ അടുത്ത പോരാട്ടം 2026 നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അവിടെയാണ് നമ്മൾ ഈ കൗതുകം നിലനിർത്തുന്നത്, കാത്തിരിക്കുന്നത്. ജിഷ്ണു പറഞ്ഞു നിർത്തിയെടുത്ത് തന്നെ തുടങ്ങാം. സായികുമാർ, പേരാവൂരിൽ അത്രയും കനത്ത ഒരു പോരാട്ടം നടക്കുമ്പോൾ KK ശൈലജയ്ക്ക് എത്രത്തോളം പോരാടാൻ, ആ പോരാട്ടത്തിൽ ശക്തി തെളിയിക്കാൻ കഴിയുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. തീർച്ചയായും റോഷ്നി, ഇപ്പോൾ ജിമ്മി ജോർജ് എന്ന് പറയുന്ന ലോകം ആദരിക്കുന്ന വോളിബോൾ താരത്തിൻ്റെ നാടാണ് പേരാവൂർ.
ജിമ്മി ജോർജിനെ കുറിച്ച് നമ്മൾ എന്താണ് പറയുക, എതിരാളികളുടെ കോർട്ടിലേക്ക് ചാട്ടുളി പോലെ സ്മാഷുകൾ ചെയ്യുന്ന, എതിരാളികളെ മലർത്തിയടിക്കുന്ന ഒരു കായിക താരമാണ്. അപ്പോൾ അതുമായിട്ടാണ് ഞാൻ ശൈലജ ടീച്ചറെ കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ എതിരാളികളെ ഏത് കാലാവസ്ഥയിലും മലർത്തിയടിക്കാൻ കെൽപ്പുള്ള, രാഷ്ട്രീയ ശക്തിയുള്ള, ഇന്നത്തെ കാലത്ത് ഇടതുപക്ഷത്തിന് അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഒരു നേതാവാണ് കെ ശൈലജ എന്നുള്ളത്. പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ചോദ്യം, എന്തുകൊണ്ട് ശൈലജ ടീച്ചറെ പേരാവൂരിലേക്ക് വീണ്ടും ഇടതുപക്ഷം അയക്കുന്നു എന്നുള്ളതാണ്. ഞാനതിന് വേറൊരു ദിശയിലൂടെ കാണാനാണ് ആഗ്രഹിക്കുന്നത്. അത് ടീച്ചറെ ഒതുക്കാനൊക്കെയുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും അത് നമുക്ക് വേറെ രീതിയിൽ, അതായത് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് എന്നുള്ളത് രാജ്യത്ത് തന്നെ ഇടതുപക്ഷത്തിന് അങ്ങേയറ്റം നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. നമ്മൾ ആലങ്കാരികമായിട്ടൊക്കെ പറയാറുണ്ടല്ലോ, കനൽ ഒരു തരി കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇത്തവണ ഭരണം നഷ്ടപ്പെട്ടാൽ ഇന്ത്യയിൽ ഒരിടത്തും ഭരണമില്ലാത്ത പാർട്ടിയായി ഇന്ത്യയിൽ ഇടതുപക്ഷം മാറാൻ പോവുകയാണ്. അപ്പോൾ ഏതു വിധേനയും ഒരു സീറ്റെങ്കിൽ ഒരു സീറ്റ് അത് നഷ്ടപ്പെടാതിരിക്കാനുള്ള ജാഗ്രത അങ്ങേയറ്റം വേണ്ട ഒരു സമയം കൂടിയാണ്. അവിടെ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ചെറിയ മാർജിനിൽ നഷ്ടപ്പെട്ട മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ അത് മികച്ച ജനപ്രീതിയുള്ള ഒരു നേതാവിനെ നിർത്തി തിരിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് അത് ആയിക്കൂടാ എന്ന് ഇടതുപക്ഷം ചിന്തിക്കുന്നതിൽ എങ്ങനെ നമുക്ക് കുറ്റം പറയാൻ കഴിയും? 3000 ചില്ലറ വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ പേരാവൂർ എന്ന UDF അവരുടെ കുത്തക എന്ന് അവകാശപ്പെടുന്ന മണ്ഡലം അവർക്ക് നഷ്ടപ്പെട്ടത്. അവിടെ സക്കീർ ഹുസൈൻ എന്ന അവിടുത്തെ ഒരു പ്രാദേശിക യുവ നേതാവ് മത്സരിച്ചിട്ടാണ് സണ്ണി ജോസഫിനെ കിടുകിടാവിറപ്പിച്ചത് അവസാന നിമിഷം വരെ. അവസാന നിമിഷമാണ് സണ്ണി ജോസഫ് ജയിച്ചു കയറുന്നത്. അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ കെ ശൈലജയെ പോലെ ഇത്രയധികം ജനപ്രീതിയുള്ള ഒരു നേതാവിനെ മത്സരിപ്പിച്ച് ആ മണ്ഡലം നമുക്ക് ഫൈറ്റ് ചെയ്ത് നേടിയെടുക്കാമെന്ന് ഇടതുപക്ഷം കരുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും അത് ഈ തെരഞ്ഞെടുപ്പിൽ അവരെടുത്ത മികച്ചൊരു രാഷ്ട്രീയ തീരുമാനം തന്നെയാണ്. ഇപ്പോൾ ശൈലജ ടീച്ചർ നമുക്ക് എല്ലാവർക്കും അറിയാം, മട്ടന്നൂരിൽ കഴിഞ്ഞ തവണ 65,000-ലധികം വോട്ട് നേടി കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. ഇന്ന് കേരളത്തിന് വളരെ അഭിമാന പുരസ്കരം ഇന്ത്യക്ക് മുന്നിൽ, ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു വനിതാ നേതാവാണ്. അതിനപ്പുറം, രാഷ്ട്രീയത്തിനപ്പുറം വളർന്ന, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം സ്വാധീനമുള്ള ആളുകൾക്കിഷ്ടമുള്ള, അല്ലേ, നമുക്കിപ്പോൾ ഇടതുപക്ഷത്തുള്ള ആളുകൾക്ക് മാത്രമല്ല, രാഷ്ട്രീയ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾക്ക് പോലും വളരെ ഇഷ്ടമുള്ള, നമുക്ക് ആദരവ് തോന്നുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് കെ ശൈലജ എന്നുള്ളത്. എല്ലാ വീട്ടിലെയും ഒരു അംഗം എന്ന പോലെ ആ രീതിയിൽ നന്നായി രാഷ്ട്രീയം പറയുന്ന, നല്ല പോരാട്ട വീര്യമുള്ള, ഏത് വിഷയത്തോടും നന്നായി സംസാരിക്കുന്ന, അങ്ങനെ ഇപ്പോൾ നിയമസഭയിലൊക്കെ ഈ അവസാന കാലത്ത് നമ്മൾ കണ്ടു, ഒരു വനിതാ മുഖ്യമന്ത്രിയെക്കുറിച്ച് കേരളം ചർച്ച ചെയ്തതുപോലും, അതിനുള്ളൊരു സാധ്യതയെക്കുറിച്ച് കേരളം ആലോചിച്ചതുപോലും ശൈലജ ടീച്ചറെ മുൻനിർത്തിക്കൊണ്ട്, അത്രയും നേതൃപാഠവുമുള്ള കെ ശൈലജയെ പേരാവൂർ പോലെ പിടിച്ചെടുക്കാൻ കഴിയും, ഒന്ന് ആഞ്ഞു പിടിച്ചാൽ പിടിച്ചെടുക്കാൻ കഴിയും എന്നവർ കരുതുന്ന ഒരു മണ്ഡലത്തിലേക്ക് അയച്ചതിൽ എന്താണ് തെറ്റ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശൈലജ ടീച്ചർ തന്നെ ഒരു തവണ വിജയിച്ച ഒരു മണ്ഡലമാണ്. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം, അവിടെ മത്സരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സണ്ണി ജോസഫാണ്, KPCCയുടെ അധ്യക്ഷനാണ്. അദ്ദേഹത്തെ ഒട്ടും വില കുറച്ച് കാണുന്നില്ല. പേരാവൂരിനെ സംബന്ധിച്ച് ഏറ്റവും മികച്ച UDFന്റെ സ്ഥാനാർത്ഥി തന്നെയാണ്, അവരുടെ ശക്തി കേന്ദ്രം തന്നെയാണ്. കേരളത്തിൽ ചില മണ്ഡലങ്ങൾ നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കാം. അതായത് ചില മണ്ഡലങ്ങൾ ചില നേതാക്കളെ നിർത്തിയാൽ, അല്ലെങ്കിൽ ആര് നിന്നാലും രാഷ്ട്രീയ വോട്ടുകൾ, ഉറച്ച രാഷ്ട്രീയ വോട്ടുകളുള്ള മണ്ഡലങ്ങളുണ്ട്. അവിടെ ആര് സ്ഥാനാർത്ഥിയായാലും ആ മണ്ഡലം ആ പാർട്ടിക്ക് കൈവിടില്ല. അത്തരത്തിൽ ഒരു ഇടതുപക്ഷത്തെ സംബന്ധിച്ചുള്ള ഒരു മണ്ഡലമാണ് മട്ടന്നൂർ എന്നുള്ളത്. അത് ശൈലജ ടീച്ചർ കൂടി നിൽക്കുമ്പോൾ ആ വോട്ടർമാർ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് 2021 നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം, ഏകദേശം 60,000-ൽ പരം ഭൂരിപക്ഷം നൽകി ടീച്ചറെ വിജയിപ്പിച്ചെടുത്ത ഒരു മണ്ഡലം. അവിടെ ഇപ്പോൾ ഇനി ടീച്ചർ അല്ല എങ്കിൽ പോലും മട്ടന്നൂർ മണ്ഡലം ഇടതുപക്ഷത്തെ ഒരു കാരണവശാലും കൈവിടുമെന്ന്, അതിന് ഏത് സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാലും ആ മണ്ഡലം അവരുടെ കയ്യിൽ തന്നെ, ഉള്ളം കയ്യിൽ തന്നെ നിൽക്കുകയും ചെയ്യും. പക്ഷേ പേരാവൂർ പോലെ ചില മണ്ഡലങ്ങളുണ്ട്, രാഷ്ട്രീയത്തിനപ്പുറമായി വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം. അതുകൊണ്ടാണ് പേരാവൂർ എന്നിടത്തേക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള, അവിടെ മത്സരിച്ച് പരിചയമുള്ള, അവിടുത്തെ ആളുകളെ അറിയുന്ന കെ ശൈലജ എന്നുള്ള അവരുടെ ഏറ്റവും തീപ്പൊരിയായിട്ടുള്ള, അവരുടെ കയ്യിൽ ഏറ്റവും പ്രധാനപ്പെട്ട വജ്രായുധമായിട്ടുള്ള ശൈലജ ടീച്ചറെ തന്നെ അങ്ങോട്ടേക്ക് മത്സരിപ്പിക്കാൻ അയക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ ഒതുക്കാനുള്ള ഒരു നീക്കമല്ല, അത് ഇടതുപക്ഷത്തിന് കുതിക്കാനുള്ള ഒരു നീക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ കെ ശൈലജയുടെ വിജയ പരാജയ സാധ്യതകളെ കുറിച്ച് സായ്കുമാർ പറഞ്ഞു കഴിഞ്ഞു. ഷഫീഖ്, കെ ശൈലജയെ പേരാവൂരിൽ ഇറക്കിയതിൽ ഇടതുപക്ഷത്തിന്റെ മനസ്സിൽ എന്താണ്?
സായികുമാർ പറഞ്ഞു വെച്ചത് കെ ശൈലജയുടെ പേരാവൂരിലുള്ള ഒരു പോരാട്ടം അതൊരു വലിയ രാഷ്ട്രീയ തീരുമാനമാണ് ഇടതുപക്ഷം സ്വീകരിച്ചതെന്നുള്ള നിലയിലാണ്. പക്ഷേ ഞാൻ ആ പോയിന്റിനോട് വിയോജിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം കെ ശൈലജയുടെ ഒരു രാഷ്ട്രീയ പ്രാതിനിധ്യത്തിൻ്റെ ഒരു കരുത്ത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ചോർന്നുകൊണ്ടിരിക്കുന്നത് പല വിധത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് സ്വയം ചോർന്നു പോകുന്നതാണോ, അല്ലെങ്കിൽ ആ ചോർച്ചയ്ക്ക് പിന്നിലുള്ള പല വശങ്ങളെയും നമ്മൾ ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പ്രത്യേകിച്ചും വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കെ ശൈലജയുടെ ഒരു രാഷ്ട്രീയ ചിത്രം അതിന് തൊട്ട് മുമ്പ് നമ്മൾ കണ്ടതുപോലെയല്ല. കാരണം കെ ശൈലജ ഏത് തരത്തിലാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി, ഏതാണ്ട് ഒരു കഴിഞ്ഞ 10 വർഷത്തിനിടയിലുള്ള കാലങ്ങൾക്കിടയിൽ കേരള രാഷ്ട്രീയം, മലയാളം കെ ശൈലജ എന്നുള്ള പേരിനെ ഏതെല്ലാം മാനങ്ങളോടുകൂടിയാണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിൻ്റെ ഒരു മുഖ്യധാര രാഷ്ട്രീയ ചർച്ചകളിലെല്ലാം ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു കരുത്തുറ്റ സ്ത്രീ നേതാക്കൾ, വനിതാ നേതാക്കൾ മുഖ്യധാര രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്നില്ല എന്നുള്ള വളരെ ഗൗരവത്തിലുള്ള പ്രശ്നം. കാരണം നമുക്കറിയാം, കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ ആദ്യ മന്ത്രിസഭയിലെ ഏറ്റവും കരുത്തുറ്റ രാഷ്ട്രീയ പ്രാതിനിധ്യമായിരുന്ന KR ഗൗരിയമ്മ മുതൽ സുശീല ഗോപാലൻ മുതൽ ഇങ്ങോട്ടുള്ള വളരെ കരുത്തുള്ള വനിതാ നേതാക്കൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ കാലത്ത് നിന്ന് മാറി നമ്മൾ മുന്നോട്ട് പോകുന്ന ഘട്ടങ്ങളിൽ പല രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും ശക്തരായ വനിതാ നേതാക്കൾ ഉയർന്നു വരാത്തൊരു സാഹചര്യം, അത് പ്രത്യേകിച്ചും കേരളത്തിലാകുമ്പോൾ വളരെയധികം വിമർശിക്കപ്പെടുന്ന ഒന്നാണ്. കാരണം മറ്റെല്ലാ മേഖലയിലും സാംസ്കാരികപരമായി, വിദ്യാഭ്യാസപരമായി, സാമൂഹിക വികസനത്തിനകത്തെല്ലാം തന്നെ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം, പക്ഷേ രാഷ്ട്രീയത്തിനകത്ത് സ്ത്രീകളുടെ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ നമ്മൾ വളരെ പുറകിൽ നിൽക്കുന്നു എന്നുള്ളത് കേരളം നേടുന്ന മറ്റെല്ലാ പുരോഗമനപരമായ നേട്ടങ്ങൾക്കും ഒരു അപമാനപരമായി നിൽക്കുന്നിടത്താണ് കെ ശൈലജ എന്നുള്ള രാഷ്ട്രീയ നേതാവ് അതിഗംഭീരമായി കേരളത്തിൻ്റെ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വരുന്നത്. 2016 കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായ കെ ശൈലജ അങ്ങേയറ്റം പ്രതിസന്ധിയുടെ മുനമ്പിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ തൻ്റെ പ്രവർത്തനം എത്ര മികവോടുകൂടിയാണ് നിർവഹിച്ചതെന്നുള്ളത് രാജ്യത്തിന് തന്നെ ഏറ്റവും അഭിമാനകരമായ ഒന്നായിരുന്നു. ലോകത്തുടനീളമുള്ള വിവിധങ്ങളായ മാഗസിനുകൾ, മാധ്യമപ്രവർത്തകർക്കിടയിലെല്ലാം അവർ വളരെ ഗംഭീരമായി ഷോക്കേസ് ചെയ്യപ്പെട്ടു. അവരുടെ അഭിമുഖങ്ങൾ എടുക്കാൻ വേണ്ടി, അവരുടെ ഫീച്ചറുകൾ എടുക്കാൻ വേണ്ടി അന്താരാഷ്ട്ര മാധ്യമപ്രവർത്തകർ കേരളത്തിലേക്ക് ഒഴുകുന്ന സാഹചര്യം ഉണ്ടായി. ഏറ്റവും പ്രതിസന്ധിയുടെ മുൻപിൽ കെ ശൈലജയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്നുള്ളത് പഠിക്കാൻ വേണ്ടി ധാരാളം സംഘങ്ങൾ കേരളത്തിലെത്തുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിലെല്ലാം വളരെ ഗംഭീരമായി കേരളത്തിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ തന്നെയും അതേപോലെ തന്നെ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള ഘട്ടത്തിലെല്ലാം തന്നെ തൻ്റെ ഒരു എന്താ പറയുക ശക്തിയെ, അല്ലെങ്കിൽ തൻ്റെ ഒരു കാഴ്ചപ്പാടിനെ, തൻ്റെ നേതൃമികവിനെ, തൻ്റെ ഒരു ഭരണാധികാരി എന്നുള്ള നിലയിലുള്ള കെട്ടുറപ്പിനെ എല്ലാം ഗംഭീരമായ പ്രവർത്തനത്തിലൂടെ കേരളത്തിൻ്റെ ഒരു എന്താ പറയുക ഭാവി പ്രതീക്ഷയായി ഉയർന്നു വന്ന ഒരു പ്രതീകമായിരുന്നു കെ ശൈലജ. അത് കേവലം ഒരു കക്ഷി രാഷ്ട്രീയ പ്രാതിനിധ്യം പോലും ആയിരുന്നില്ല. ഒരു CPM നേതാവ് അല്ലെങ്കിൽ ഒരു CPMൻ്റെ മന്ത്രി എന്നുള്ളതിനപ്പുറം ഒരു സവിശേഷമായ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പ്രാതിനിധ്യമായി ശൈലജ ടീച്ചർ, നമ്മുടെ ടീച്ചർ എന്നുള്ള ഒരു ഇമേജോട് കൂട്ടിയിട്ട് അങ്ങ് ഉയർന്നു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എല്ലായിടങ്ങൾക്കും കുട്ടികൾക്കിടയിൽ അവർ വളരെ സ്വീകാര്യരാകുന്നു. വീടകങ്ങളിലുള്ള സ്ത്രീകൾക്ക് അവർ തങ്ങൾക്ക് പ്രിയപ്പെട്ട, തങ്ങളെ കൂടി പ്രതിനിധീകരിക്കുന്ന ഒരു നേതാവ് ഞങ്ങൾക്കുണ്ട് എന്നുള്ളൊരു ഫീൽ അവർക്കുണ്ടാകുന്നു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അവരുടെ സംസാരങ്ങൾ, അവരുടെ ഇടപെടലുകളൊക്കെ തന്നെ കേരളത്തിൻ്റെ എല്ലാ സാമൂഹിക മേഖലകളിലുള്ള ആളുകൾ അവരെ സ്വീകരിക്കുന്നു. സിനിമാ മേഖലയ്ക്കകത്ത്, സാംസ്കാരിക മേഖലയ്ക്കകത്ത്, കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലൊക്കെ തന്നെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതീകമായി അവർ ഉയർന്നു വന്ന് തൊട്ടടുത്തുള്ള ഇലക്ഷനെ നേരിടുന്ന സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാവണം എന്നുള്ള ചോദ്യത്തിൽ ബഹുഭൂരിപക്ഷം ആളുകൾ അവരുടെ പേര് ഓപ്റ്റ് ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി വന്ന ഒരു വലിയ കുതിപ്പ് കെ ശൈലജ എന്നുള്ള നിലയിലുണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മൾ വലിയ ആഴത്തിലുള്ള ജനകീയതയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. VSനെ പോലുള്ള മഹാനായ മനുഷ്യരുടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ സമീപകാലത്ത് ജനങ്ങൾക്കിടയിലുള്ള വളരെ ആഴത്തിലുള്ള സ്വാധീനവും ജനങ്ങളുടെ വലിയ വിശ്വാസ്യതയും ജനപിന്തുണയൊക്കെയുള്ള വലിയ നേതാക്കൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് കെ ശൈലജ എന്നുള്ള പേര് അത്തരത്തിലുള്ള ഒരു ഫോർമാറ്റിലേക്ക്, ആ ഒരു ടെംപ്ലേറ്റിലേക്ക് ഉയർന്നു വരുന്നത്. ഇന്നൊരു പക്ഷേ അതേ രീതിയിൽ ആവർത്തിച്ചിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ കെ ശൈലജയ്ക്ക് ആ നിലയ്ക്ക് സീറ്റ് നിഷേധിക്കപ്പെടുകയോ അവർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിൻ്റെ തെരുവുകളിലുടനീളം കെ ശൈലജയ്ക്ക് വേണ്ടി മുദ്രാവാക്യങ്ങൾ ഉയർന്നു വരേണ്ടിയിരുന്ന ഒരു സാഹചര്യം രൂപപ്പെടേണ്ട ഘട്ടം ഉണ്ടായിരുന്നു. അന്ന് നമുക്കറിയാം, മുമ്പ് VSന് സീറ്റ് നിഷേധിക്കപ്പെട്ട സമയത്ത് നീലേശ്വരത്തും ഷൊർണൂരിലും കോഴിക്കോടൊക്കെ തൊഴിലാളികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും ചുമട്ട് തൊഴിലാളികളും വിദ്യാർത്ഥികളൊക്കെ തെരുവിലിറങ്ങിയ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ VSന് വേണ്ടിയിട്ട്. അതായത് പാർട്ടിയുടെ ഘടനാപരമായ തീരുമാനങ്ങൾക്കെതിരെ കുറെ കൂടെ ജനകീയമായ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരായ ആളുകൾ അടിത്തട്ടിലേക്ക് ഇറങ്ങിയ ഒരു രീതി ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആ ഒരു ഫോർമാറ്റിലേക്ക് കേരളത്തിൻ്റെ ഒരു മുഖ്യധാര രാഷ്ട്രീയ പരിസരത്ത് വളരെ ജനകീയമായ വേരോടുകൂടി ഉയർന്നു വരേണ്ടിയിരുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു കെ ശൈലജ. ആ നിലയ്ക്കുള്ള ഒരു കരിസ്മയോട് കൂടിയിട്ടായിരുന്നു അവർ മുന്നോട്ട് പോയത്. പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിൽ കെ ശൈലജ മാറ്റി നിർത്തപ്പെടുന്നു.
തുടർഭരണം ഉണ്ടായി, രണ്ടാമത്തെ മന്ത്രിസഭ രൂപീകരിക്കപ്പെടുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും കേരളം മുഴുവൻ ആഗ്രഹിച്ചത് ആരോഗ്യമന്ത്രി എന്നുള്ളതിനേക്കാൾ മികച്ചൊരു തരത്തിൽ അവർ പ്ലേസ് ചെയ്യപ്പെടുന്നുള്ളതായിരുന്നു. പക്ഷേ ആരോഗ്യമന്ത്രിയായി പോലും അവർക്ക് തുടർച്ചയുണ്ടായില്ല. തുടർച്ച എന്നുള്ളതിൻ്റെ മാനദണ്ഡം വളരെയധികം എന്താ പറയുക ചിട്ടയോടുകൂടി പാർട്ടിയുടെ സിസ്റ്റത്തിലേക്ക് ചുരുങ്ങിയപ്പോൾ അവിടെ തകർക്കപ്പെട്ടത് അല്ലെങ്കിൽ തടയപ്പെട്ടത് കെ ശൈലജ എന്ന ആ ഒരു രാഷ്ട്രീയ പ്രാതിനിധ്യം കേരളത്തിൻ്റെ ഒരു സാമൂഹിക അടരുകളിൽ ഉണ്ടാക്കിയ ഒരു കരുത്തുകൂടിയാണ് അവിടെ തടയപ്പെട്ടത്. തുടർന്ന് സംഭവിക്കുന്നത് ഏറ്റവും സങ്കടകരമായ കാര്യം, തുടർന്നുള്ള വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ ശൈലജ ഷാഫി പറമ്പിലിനെതിരെ മത്സരിക്കുന്നതോടുകൂടി നമുക്കറിയാം കേരളത്തിൽ തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കിടെ ഏറ്റവും മോശം രാഷ്ട്രീയ ചർച്ചകളും ഏറ്റവും മോശമായ രാഷ്ട്രീയ പ്രയോഗങ്ങളും നടന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു വടകരയിൽ നടന്നത്. വടകരയ്ക്ക് ശേഷമുള്ള കെ ശൈലജയുടെ ഒരു ഇമേജ്, വടകരയിൽ ഉണ്ടാകുന്ന പരാജയം തന്നെയും അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ശോഭ കെടുത്തുന്നു എന്നുള്ളത് മാത്രമല്ല, ആ സമയത്ത് നടന്ന പ്രചരണങ്ങൾ, പ്രത്യേകിച്ചും കള്ളം പറയുന്ന, വ്യാജ സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിക്കുന്ന, അതോടൊപ്പം തന്നെ അവർക്ക് നേരെ ഉണ്ടായിരുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കോവിഡ് കള്ളി എന്നുള്ള നിലയിലേക്കുള്ള കെ ശൈലജയെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. തുടർന്നുണ്ടാകുന്ന സംഭവവികാസങ്ങളും പ്രയോഗങ്ങളും അവർക്കെതിരെയുള്ള ചാപ്പയടികളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വളരെ നീചമായ പരാമർശങ്ങളും എല്ലാം കൂടി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്ന, കേരളം ആഗ്രഹിച്ചിരുന്ന ആ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പവർ, ആ ഒരു വലിപ്പം എന്താണ് വലിയ രീതിയിൽ കെടുത്തപ്പെടുകയാണ്. ഇത്തരത്തിൽ സമീപകാല കേരളത്തിൽ സമാനതകളില്ലാത്ത വിധത്തിലുള്ള പ്രതിച്ഛായയോടും രാഷ്ട്രീയ കരുത്തോടും കൂടി നിലനിന്നിരുന്ന കെ ശൈലജ എന്ന് പറയുന്ന ആ ഒരു ഫിഗറിനെ ഇല്ലായ്മ ചെയ്യേണ്ടത്, ആ ഒരു രാഷ്ട്രീയ ശരീരത്തെ ഉന്മൂലനം ചെയ്യേണ്ടത് ആരുടെ ആവശ്യമായിരുന്നു? അത് പ്രതിപക്ഷത്തിൻ്റെ മാത്രം ആവശ്യമായിരുന്നോ? അതല്ലെങ്കിൽ കെ ശൈലജയ്ക്ക് നേരെ നടന്നിട്ടുള്ള ഈ രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഗുണഭോക്താക്കൾ ആര് എന്നുള്ള ഗൗരവമായ ഒരു ചോദ്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ദിവൻ മാനന്തവാടി, ഇപ്പോൾ കെ ശൈലജയെ വീണ്ടും വിജയിക്കുമെന്ന് ഇടതുപക്ഷം കണക്കുകൂട്ടുന്നത് 2006 വിജയവുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ്. പക്ഷെ നമുക്കറിയാം 2006 പേരാവൂരല്ല ഇപ്പോഴുള്ളത്. അതിൽ 2009 മണ്ഡലത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, മണ്ഡല പുനഃക്രമീകരണത്തിൽ. അപ്പോൾ നിലവിൽ ഈ വിജയസാധ്യത നോക്കുമ്പോൾ, കണക്കുകളൊക്കെ ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് സാധ്യത? പക്ഷേ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ 2006 കെ ശൈലജ ജയിച്ച ഈ പേരാവൂരിൻ്റെ ഒരു ചിത്രമുണ്ട്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള മട്ടന്നൂർ പോലെ, തില്ലങ്കേരി പോലെ, CPM-ന് വലിയ സ്വാധീനമുള്ള പാർട്ടി കോട്ടകൾ എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നൊരു മണ്ഡലമായിരുന്നു 2006 ഈ പേരാവൂർ. പക്ഷേ 2011 ഈ മണ്ഡലത്തിലെ ചിത്രം മാറുന്നുണ്ട്. ആ മണ്ഡലത്തിൽ നിന്നിട്ടാണ് ഈ 2006 ജയിച്ച ശൈലജ തോക്കുന്നത്. ശരിക്കും നമ്മൾ പറഞ്ഞു തുടങ്ങേണ്ടത് തോറ്റ ശൈലജയുടെ പേരാവൂർ നിന്നിട്ടാണ്, ജയിച്ച ശൈലജയുടെ പേരാവൂർ നിന്നിട്ടല്ല. ഇപ്പോൾ പറയുന്നത് ശൈലജ ടീച്ചർ ഒരിക്കൽ ജയിച്ച മണ്ഡലമാണ്, ആ മണ്ഡലം വേണമെങ്കിൽ CPM-ന് ശൈലജ ടീച്ചറിലൂടെ തിരിച്ചു പിടിക്കാമല്ലോ എന്നുള്ളൊരു നറേഷനാണ് പൊതുവെ വരുന്നത്. പക്ഷേ അതിലൊരു വസ്തുതാപരമായിട്ടൊരു കാര്യമില്ല. കാരണം ഈ 2011 കൂട്ടിച്ചേർത്തത്, അതായത് ഈ പ്രദേശങ്ങൾ CPM-ന് പിൻബലമുള്ള പ്രദേശങ്ങൾ മാറിയിട്ട് പകരം കൂട്ടിച്ചേർത്തത് കേളകം, കൊട്ടിയൂർ പോലെ ഈ ആന കുത്തിയാലും അറിയില്ല എന്നൊക്കെ പറയണ പോലത്തെ സ്വഭാവത്തിലുള്ള UDF മണ്ഡലങ്ങളാണ്. അത് വടക്കേ വയനാടിൻ്റെ ഭാഗമായിരുന്നു. വടക്കേ വയനാടിൽ നിന്ന് കൂട്ടിച്ചേർത്താണ് 2011. അപ്പോൾ ആ മണ്ഡലത്തിലാണ് കെ ശൈലജ അന്ന് 3000 ചില്ലറ വോട്ടിന് ആരോട് തോക്കുന്നത്? സണ്ണി ജോസഫിനോട് തോക്കുന്നത്. ഈ 2011 സംബന്ധിച്ചാണെങ്കിൽ 2011 ശൈലജ സണ്ണി ജോസഫിനോട് തോക്കുന്നു. അതിനുശേഷം പേരാവൂർ മണ്ഡലത്തിൽ പിന്നീട് നടന്ന 2016 തെരഞ്ഞെടുപ്പിൽ സണ്ണി ജോസഫ് കുറച്ചുകൂടെ ഭൂരിപക്ഷം കൂട്ടി ജയിക്കുന്നുണ്ട്. പക്ഷേ 2011 വരുമ്പം സവിശേഷമായ, കേരളത്തിൽ എന്താണോ LDF-ന് അനുകൂലമായി വീശിയടിച്ച സവിശേഷമായ കുറേ കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമായിരുന്നു ഈ നമ്മുടെ 2018 പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അന്ന് ഏറ്റവും കൂടുതൽ അത്തരത്തിൽ ബാധിച്ചൊരു മണ്ഡലങ്ങളിലൊന്നാണ് പേരാവൂർ. അന്ന് നമുക്കറിയാം കേരളത്തിൽ എല്ലായിടത്തും ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർ, താഴെത്തട്ടിലുള്ള പ്രവർത്തകർ ഗ്രൗണ്ടിൽ ഇറങ്ങി പണിയെടുത്തതിൻ്റെ ഒരു റിസൾട്ടായിരുന്നു. അതും കൂടെ കൂടിയായിരുന്നു 2024 ഇലക്ഷൻ. അത്തരത്തിൽ ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രവർത്തിച്ച സക്കീർ ഹുസൈനെ പോലെ ആ പ്രദേശത്ത് തന്നെയുള്ള ഒരു യുവനേതാവിനെയാണ് അന്ന് നിർത്തിയത്. അദ്ദേഹം അന്ന് 3000 ചില്ലറ വോട്ടിനാണ് സണ്ണി ജോസഫിനോട് തോറ്റത്. അപ്പം ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കെ ശൈലജയെ അർത്ഥത്തിൽ കൊണ്ടുവന്ന് അവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളൊരു നറേഷനോട്, ഇപ്പം സായി പറഞ്ഞ ആ നറേഷനോട് ഞാൻ വിയോജിക്കുന്നു. ഷെഫീഖ് പറഞ്ഞൊരു നറേഷനുണ്ട്. അവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CPM-നെ സംബന്ധിച്ച്, CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കേഡർ സ്വഭാവത്തിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. സ്വാഭാവികമായിട്ടും അവരുടെ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്ന് നിശ്ചയിക്കാനുള്ള ഒരു അത് അവരുടെ തീരുമാനമാണ്. നമ്മൾ ചോദ്യം ചെയ്യാൻ ആരാന്ന് വെച്ചാൽ അവരുടെ ഘടകങ്ങൾ തീരുമാനിച്ചു, ഞങ്ങളുടെ ഘടകങ്ങൾ തീരുമാനിച്ചു എന്നുള്ളതാണ് അവരുടെ മറുപടി. പക്ഷേ ഈ ഘടകങ്ങൾ ജനങ്ങളുടെ അഭിലാഷത്തെ, അല്ല ജനത്തിൻ്റെ ഇച്ഛയെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ചോദ്യമാണ്. ഈ ചോദ്യം ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഉയർന്നിട്ടുണ്ട്. നമുക്കറിയാം 2006 VS അച്യുതാനന്ദൻ മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ച പാർട്ടി ഘടകങ്ങളാണ്. ആ പാർട്ടി ഘടകങ്ങളിൽ, ആ പാർട്ടി കമ്മിറ്റികളിൽ ഇരിക്കുന്ന ആളുകളുടെ പ്രാതിനിധ്യ സ്വഭാവത്തിൽ അവരുടെ താല്പര്യങ്ങളോ അല്ല അവരുടെ മുന്നിലുള്ള അവരുടെ അനലൈറ്റിക്കലായിട്ടുള്ള അവരുടെ പോയിന്റുകൾ വെച്ചിട്ടാണ് അവർ VS അച്യുതാനന്ദൻ മത്സരിക്കേണ്ടതെന്ന് തീരുമാനിച്ചത്. പക്ഷേ കേരളത്തിൻ്റെ എല്ലാ തെരുവും തീരുമാനിച്ചു VS അച്യുതാനന്ദൻ മത്സരിക്കണമെന്ന്. ആ തീരുമാനത്തെ CPM പിന്നീട് അംഗീകരിക്കുന്നുണ്ട്. കാരണം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാർട്ടിക്ക് ഒരിക്കലും ജനങ്ങളുടെ ഇച്ഛ ഉൾക്കൊള്ളാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിൻ്റെ ഒരു വലിയ ഉദാഹരണമായിട്ട് VS അച്യുതാനന്ദൻ്റെ ഒരു വിഷയം നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം CPM എന്ന് പറയുന്ന ഒരു പാർട്ടി, CPM-ൻ്റെ കേരളത്തിലുള്ള
ടോട്ടൽ പാർട്ടി മെമ്പർഷിപ്പിൻ്റെ എത്രയോ ഇരട്ടി വരുന്ന ഇതിൻ്റെ അനുഭാവികളുടെയും ഇതിൻ്റെയോട് ചേർന്ന് നിൽക്കുന്ന വലിയ വിഭാഗത്തിലുള്ള തൊഴിലാളികൾ, സാധാരണക്കാരായ ജനങ്ങൾ, സ്ത്രീകൾ, ഇങ്ങനെ പല വിഭാഗത്തിലുള്ള ഏറ്റവും താഴെത്തട്ടി കിടക്കുന്ന ആളുകൾ ഏറ്റവും ചേർത്ത് പിടിക്കുന്ന ഒരു വൈകാരികതയുടെ ഒരു ഭാവങ്ങൾ കൂടിയാണ് CPM എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം കേരളത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഈ CPMൻ്റെ അണികളും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ വേറൊരർത്ഥത്തിൽ KK ശൈലജ എന്ന് പറയുന്ന വ്യക്തിയെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയൊക്കെയായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അവൻ അനുഭവിച്ച അവൻ്റെ ജീവിതത്തിൽ എന്തായിരുന്നു KK ശൈലജ എന്നുള്ളൊരു ഒരു നമുക്കറിയാം. ഇപ്പം കോവിഡ് വന്ന സമയത്ത്, നിപ്പ വന്ന സമയത്ത്, ഇപ്പോൾ കോവിഡ് വന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഈ കോവിഡ് വരുമ്പം പത്രസമ്മേളനം എന്ന് പറഞ്ഞിട്ട് അതായത് ജനങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആകുലത ഉണ്ടെങ്കിൽ അത് ഉപ്പിക്കളയാൻ ഒരു മന്ത്രിയുടെ പത്രസമ്മേളനത്തിന് സാധിക്കും എന്നുള്ളതിന് ആദ്യമായിട്ട് കേരളം മനസ്സിലാക്കിയത് KK ശൈലജയുടെ പത്രസമ്മേളനം കണ്ടിട്ടാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നിപ്പ വരുമ്പോൾ നമുക്കറിയാം കോഴിക്കോട് ഭയങ്കര ആളുകളെല്ലാം ഭയങ്കര പരിഭ്രാന്തിയിലായി. കാരണം ഇത് ബാധിച്ചാൽ പിന്നെ രക്ഷയില്ല, മരിച്ചു പോകുള്ളൂ എന്നൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്ഥലത്ത് അവർ വരുന്നു, ഉദ്യോഗസ്ഥരെ വിളിച്ചു കൂട്ടുന്നു, കാര്യങ്ങൾ ബ്രീഫ് ചെയ്യുന്നു. വളരെ 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 അത്തരത്തിൽ ജനങ്ങളുമായി വളരെ ചേർന്ന് നിന്ന ഒരു മന്ത്രി എന്നുള്ള രീതിക്ക് KK ശൈലജയ്ക്ക് അങ്ങനത്തെ ഒരു ആളുകളുടെ ഉള്ളിലൊരു ഇടമുണ്ട്. ആ ഇടം ഇപ്പോൾ നമ്മൾ എന്തായാലും ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അത് ഈ CPMൻ്റെ ഈ സിസ്റ്റമാറ്റിക് സംവിധാനത്തിന് ആ ശൈലജയുടെ ആവശ്യമില്ല. അല്ലെങ്കിൽ ശൈലജയുടെ ആ ഒരു ഇമേജ് നമുക്ക് എന്ത് ചെയ്യും, പേരാവൂരാണ് പ്രയോജനപ്പെടുത്തേണ്ടത് തീരുമാനിക്കാനുള്ള അവകാശം CPMനുണ്ട്. പക്ഷേ ഈ പേരാവൂർ എന്ന് പറയുന്ന ഒരു സ്ക്വയറിലല്ല കേരളം. കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം തൊട്ടിങ്ങ് കാസർഗോഡ് വരെ നീണ്ടു കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇത് ഈ 140 മണ്ഡലങ്ങളിലെ ജനങ്ങൾക്ക് ഒരു വികാരമുണ്ട്. ആ വികാരത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളാണ് KK ശൈലജ. അപ്പോൾ സ്വാഭാവികമായിട്ടും KK ശൈലജയെ പോലെ ഞാൻ ആ ഒരു വാക്ക് എനിക്ക് ഉപയോഗിക്കാമെന്ന് അറിയില്ല. പക്ഷേ CPMനെ സംബന്ധിച്ച് CPMൻ്റെ ഇലക്ഷൻ്റെ ഏറ്റവും ായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പിണറായി വിജയനെ പോലെ തന്നെ, പിണറായി വിജയനോടൊപ്പം അല്ലെങ്കിൽ പിണറായി വിജയനെ പോലെ തന്നെ CPMന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ്, അല്ലെങ്കിൽ ഒരു പ്രതിബിംബമാണ് ഈ KK ശൈലജ. നമുക്കറിയാം കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ അതിനൊരു VSൻ്റെ ഒരു VS എന്ന് പറയുന്ന ഒരു വലിയ ബിംബത്തിൻ്റെ പുറത്ത് വന്നിട്ടാണ് CPM ജയിച്ചത്. പക്ഷേ 2022 വന്നപ്പോൾ പിണറായി വിജയനുണ്ട്, VSും ഉണ്ട്. അതിൻ്റെ കരുത്തോടെ കൂടിയാണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ 99 സീറ്റ് എന്നുള്ളത്. അതേപോലെ തന്നെ CPMന് ആ രീതിയിൽ തന്നെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് പിണറായി വിജയനൊപ്പം തന്നെ ചേർത്ത് നിർത്തി പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണ് KK ശൈലജ. എന്തുകൊണ്ട് CPM അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു ആശങ്കയോ സംശയമോ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന CPM അണികൾക്കിടയിലെങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഈ തീരുമാനത്തിന് ആ അർത്ഥത്തിൽ CPM വിശദീകരിക്കപ്പെട്ടില്ലെങ്കിൽ അത് CPMന് ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ തിരിച്ചടിയാവുമോ എന്നുള്ളൊരു ആശങ്ക ഈ CPM ഇനി തുടർഭരണം നേടണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾക്കിടയിലുണ്ടാവും. നമുക്ക് വേറൊരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറഞ്ഞു പോകേണ്ട ഒരു കാര്യമുണ്ട്. അതായത് 2016 മന്ത്രിസഭ വരുന്നു. ഒന്നാം പിണറായി സർക്കാരിൽ KK ശൈലജ, TM തോമസ് ഐസക്, G സുധാകരൻ തുടങ്ങിയിട്ടുള്ള ഭയങ്കര ഏറ്റവും നന്നായി പെർഫോം ചെയ്ത ഒരുപാട് മന്ത്രിമാരുണ്ടായിരുന്നു. അതിൽ CPM പറയുന്നു ടേം വ്യവസ്ഥ വയ്ക്കുന്നു. 2022 ഇലക്ഷനിൽ G സുധാകരൻ മത്സരിക്കുന്നില്ല, തോമസ് ഐസക് മത്സരിക്കുന്നില്ല, പിന്നീട് നമ്മുടെ EP ജയരാജൻ മത്സരിക്കുന്നില്ല. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മത്സരിക്കാതെ മാറി നിൽക്കുന്നുണ്ട്. അതിന് CPMന് ന്യായം ഉണ്ടായിരുന്നു. എന്താണ്, ബംഗാളിലും ത്രിപുരയിലും CPM ഒലിച്ചു പോയപ്പം ഒരു രണ്ടാം നിര നേതൃത്വം CPM വളർത്തിക്കൊണ്ട് വന്നില്ല. അത് CPM എപ്പോഴും അവരുടെ ഒരു പരാജയത്തിൻ്റെ കാരണമായിട്ട് വിലയിരുത്തിയൊരു കാര്യമാണ്. അപ്പം ഈ കേരളത്തിൽ അത് സംഭവിച്ചുകൂടാ, അതുകൊണ്ട് രണ്ടാം നില നേതൃത്വം വരണം എന്നുള്ള അർത്ഥത്തിലാണ് ഈ മാറ്റം എന്നുള്ള CPM വിശദീകരിച്ചു. അത് ജനങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്, CPMൻ്റെ അണികൾ ഉൾക്കൊണ്ടിട്ടുണ്ട്, ഈ നാട്ടിലെ ജനങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഇലക്ഷനിൽ റിയാസിനെ പോലുള്ള ആളുകൾ, രാജീവിനെ പോലുള്ള ആളുകൾ, MP രാജേഷിനെ പോലുള്ള ആൾ, ഇങ്ങനെയുള്ള ആളുകൾ മത്സരിക്കുന്നു. അവർ ഈ പിന്നീട് ശൈലജയെ പോലെ ഈ മന്ത്രിസഭയിൽ ഏറ്റവും പെർഫോം ചെയ്ത ഒരു മന്ത്രിയെ മാറ്റി നിർത്തിയിട്ട് മന്ത്രിയെ കൊണ്ടുവരുമ്പോൾ പോലും അതും ലോജിക്കലായിരുന്നു. പക്ഷേ അങ്ങനെ ഈ ടേം വ്യവസ്ഥയൊക്കെ വെച്ച CPM ഈ ഇലക്ഷന് CPMനെ സംബന്ധിച്ച് സായി പറഞ്ഞ പോലെ ഈ ഒരു ഇടതുപക്ഷത്തിന് ഏക ബാക്കിയുള്ളൊരു മണ്ണെന്നുള്ള രീതിക്കുള്ള കേരളത്തിൽ ഭരണം പോയാലത്തെ ആ ഒരു സാഹചര്യത്തിൽ ജയിക്കാൻ സാധ്യതയുള്ള ആളുകളെ മുഴുവൻ മത്സരിപ്പിക്കുക എന്നുള്ള രീതിയിട്ട് CPM മാറി. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് ഈ പേരാവൂർ പോലൊരു സ്ഥലത്ത് KK ശൈലജ തന്നെ വേണം എന്നുള്ളൊരു വാശി, ഇതിലൊരു ഭയങ്കര കോൺട്രഡിക്ടറി ആയിട്ടുള്ള കുറച്ച് ഘടകങ്ങളുണ്ട്. ഇത് കേരളത്തിന് എത്രമാത്രം ബോധ്യപ്പെടുന്നു എന്നുള്ളതും അല്ലെങ്കിൽ ബോധ്യപ്പെടുത്താൻ പറ്റുന്നുള്ളതും ആരെ സംബന്ധിച്ച് നിർണായകമാണ്, CPMനെ സംബന്ധിച്ച് നിർണായകമാണ്. ഇനി നമ്മൾ ഷെഫീഖ് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്, അതായത് ഈ വനിതാ മുഖ്യമന്ത്രി. എല്ലാ കാലത്തും നമ്മൾ കേരളം എല്ലാ കാലത്തും കഴിഞ്ഞൊരു ഇപ്പം പറയാം ഈ സർക്കാരിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഈ സർക്കാർ ഒരു സ്ത്രീപക്ഷ സർക്കാരാണ്, സ്ത്രീ ശാക്തീകരണത്തിന് വലിയ മുന്നേറ്റം ഊന്നൽ കൊടുക്കുന്ന ഒരു സർക്കാരാണ്. ഈ സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭയിൽ വനിതാ പ്രാതിനിധ്യം ആർക്കും ഒരു ആക്ഷേപത്തിന് ഇടയില്ലാത്തവണ്ണം വനിതാ പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്. ഈ മന്ത്രിസഭയിൽ അത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു വനിതാ ക്ഷേമം അല്ലെങ്കിൽ വനിതകളെ ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ വനിതകളുടെ അവകാശങ്ങളെ ചേർത്ത്
പിടിക്കുന്ന ഒരു സർക്കാർ എന്നുള്ളൊരു ഒരു 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 ആ ഒരു ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ഇടതുപക്ഷ സർക്കാരുകളും, കഴിഞ്ഞ രണ്ട് ഇടതുപക്ഷ സർക്കാരുകളും. സ്വാഭാവികമായിട്ടും ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിന് വേണമെന്നുള്ള ദീർഘകാലമായിട്ടുള്ള ഈ സ്ത്രീകളായിട്ടുള്ള ആളുകളുടെ പോലും ആഗ്രഹത്തിനെ ഏറ്റവും നല്ല രീതിക്ക് സാക്ഷാത്കരിക്കാൻ പറ്റിയ ഒരു സ്പേസ് ഇപ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം KR ഗൗരിയമ്മ 1987 KR ഗൗരിയമ്മ കേരളത്തിന് മുഖ്യമന്ത്രിയാവും എന്നുള്ളൊരു പ്രതീതി ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ പാർട്ടിയിലെ ശക്തി ചേരികളുടെ ഭാഗമായിട്ടാണ് KR ഗൗരിയമ്മ ഒതുക്കിപ്പെട്ടതെന്നും KR ഗൗരിയമ്മയ്ക്ക് പകരം അങ്ങനെയാണ് നായനാർ മുഖ്യമന്ത്രിയായെന്നൊക്കെ പറഞ്ഞ നറേഷൻ ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ കിടക്കുവാണ്. അത് ആ അർത്ഥത്തിൽ അല്ല എന്ന് വിശദീകരിക്കാൻ CPM-ന് സാധിച്ചിട്ടില്ല. രണ്ടാമത്തെ അവസരം 1996 VS അച്യുതാനന്ദൻ പരാജയപ്പെടുകയും ആരാരെങ്കിലും തോക്കുകയും പുതിയൊരു മുഖ്യമന്ത്രി വേണ്ട സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഉയർന്നു വന്നൊരു പേരായിരുന്നു സുശീല ഗോപാലിൻ്റെ. പക്ഷേ അവിടെയും നായനാർക്കാണ് പിന്നെ അവസരം കിട്ടിയത്. അപ്പോൾ ഈ രണ്ട് സമയങ്ങളിലും പാർട്ടിക്കകത്തുള്ള ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായോ അല്ലെങ്കിൽ സംഘടനാപരമായിട്ടൊക്കെയുള്ള രണ്ട് വിഭാഗങ്ങൾ തമ്മിലൊരു പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗൗരിയമ്മയ്ക്കും സുശീല ഗോപാലിനും മുഖ്യമന്ത്രി സ്ഥാനം നിഷേധിക്കപ്പെട്ടതെന്നൊരു നറേഷൻ വലതുപക്ഷ മാധ്യമങ്ങളായി കഴിഞ്ഞാലും നമ്മൾ ഈ പറയുന്ന പോലെ ഒരു നറേഷൻ അവിടെ കിടപ്പുണ്ട്. അതിന് ഒന്നുകൂടി ശക്തി പകരുന്ന ഒരു നറേഷൻ്റെ സാധ്യതകൾ കൂടിയാണ്. അതായത് അതിനുശേഷം, അതായത് KR ഗൗരിയമ്മയ്ക്കും സുശീല ഗോപാലിനും ശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവാൻ സാധ്യത ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അതിന് ഭരണപരമായിട്ടും നേതൃപരമായിട്ടും എല്ലാം തൻ്റെ മികവ് തെളിയിച്ച ഒരു വനിതാ മുഖ്യമന്ത്രിക്ക് ഒരു സാധ്യത ഉണ്ടായിരുന്നപ്പം അതും ഇല്ലാണ്ടാവുകയാണെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നതും ഇനി പിന്നീട് അങ്ങോട്ടേക്ക് മൂന്നാമത് ഇത്തരത്തിൽ CPM മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ CPM-നകത്തുള്ള രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് മാറ്റി നിർത്തപ്പെട്ട ഒരു വനിത എന്നുള്ള രീതിക്കായിരിക്കും ഈ ശൈലജ ടീച്ചർ അടയാളപ്പെടുത്തപ്പെടുക. അപ്പോൾ ഇത്തരമുള്ള രാഷ്ട്രീയ ജാഗ്രതകൾ നിർബന്ധമായും CPM ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഉണ്ടാവേണ്ടതുണ്ടെന്നുള്ളതാണ് ഇനിയും CPM-ന് ഇത്തരം കാര്യങ്ങളിലൊരു. ഇപ്പം പിന്നെ രണ്ടാമത് ഒരൊറ്റ കാര്യം കൂടെ പറയാൻ നിർത്തുവാണ്. സായി പറഞ്ഞതുപോലെ വളരെ നിർണായകമാണ്, ഓരോ സീറ്റും നിർണായകമാണ്. പേരാവൂരെ പോലൊരു മണ്ഡലത്തിൽ സ്വാഭാവികമായിട്ടും ശൈലജ ടീച്ചർ മത്സരിക്കുന്നു, സണ്ണി ജോസഫിനെ പോലെ ഒരു പ്രഗത്ഭനായ KPCC പ്രസിഡന്റ് തോൽക്കുന്നു, ആ മണ്ഡലം CPM-ന് കിട്ടുന്നു. വളരെ ഭാവനാത്മകമായി നമുക്ക് ചിന്തിച്ചാൽ CPM-നെ സംബന്ധിച്ച് അങ്ങനെ ചിന്തിക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. രമേശ് ചെന്നിത്തല, VD സതീശൻ, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ പ്രതിപക്ഷത്ത് ഇനിയും ഇതിന് സണ്ണി ജോസഫിനേക്കാളും പ്രഗത്ഭരും, സണ്ണി ജോസഫിനേക്കാളും ഇപ്പം നമുക്ക് സണ്ണി ജോസഫ് KPCC പ്രസിഡന്റാണ്. ശൈലജ ടീച്ചറോട് മത്സരിക്കാൻ വരുമ്പോൾ സണ്ണി ജോസഫോട് തളച്ചിടപ്പെടാം, കേരളം മുഴുവൻ നടന്ന് പ്രചരണം നടത്താൻ പറ്റില്ല, ഇങ്ങനെയൊക്കെയുള്ള നരേഷനൊക്കെ ചിലപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് വിസ്തീരിക്കപ്പെട്ടേക്കാം. ഇതാർക്ക് ബാധകമാണ്? VD സതീശനും ഒരു ശക്തനായ കോമ്പറ്റീറ്ററെ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്കും അവിടെ തളച്ചിടപ്പെടും. VD സതീശൻ്റെ കാര്യത്തിലും ബാധകമാണ്, കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യത്തിലും ബാധകമാണ്. അപ്പം സ്വാഭാവികമായിട്ടും ശൈലജ ടീച്ചറെ എന്തുകൊണ്ട് പേരാവൂർ മത്സരിപ്പിക്കും എന്നുള്ള ഈ ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ ആരുടെ കാര്യങ്ങളിലും ബാധകമാവണം? പ്രതിപക്ഷ നിരയിലുള്ള എല്ലാ പ്രമുഖ നേതാക്കളുടെ കാര്യത്തിലും ബാധകമാക്കുകയാണെങ്കിൽ CPM കുറച്ചുകൂടെ കൂടി CPM ഇപ്പോൾ എടുത്താണ് നിലപാട് ആ അർത്ഥത്തിൽ പൊതുസമൂഹത്തിൽ ന്യായീകരിക്കപ്പെടും. അല്ല, അതിലും എനിക്കൊരു കാര്യം കൂടി ചേർക്കാനുള്ളത് വെച്ചാൽ, ഇപ്പോൾ എന്തുകൊണ്ട് PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ, സതീശനെതിരെ, രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഇതുപോലുള്ള കരുത്തരായ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്? അവർ മത്സരിക്കുന്ന മണ്ഡലത്തിൻ്റെ പ്രത്യേകത കൂടി നോക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല മത്സരിക്കുന്ന ഹരിപ്പാട് പോലെയല്ല നമ്മൾ ഈ പറയുന്ന പേരാവൂർ എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ശൈലജ ടീച്ചറെ തോൽപ്പിക്കാൻ പാർട്ടി കൊണ്ടുപോയി നിർത്തിയതുപോലെയാണ് എല്ലാവരും സംസാരിച്ചത്. ശൈലജ ടീച്ചർ അങ്ങനെ എപ്പോഴെങ്കിലും പാർട്ടി മാറ്റി നിർത്തിയിട്ടുണ്ട്. 5 തവണ MLA ആയിട്ടുണ്ട് ശൈലജ ടീച്ചർ. കോടിയേരി ബാലകൃഷ്ണൻ പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാത്ത 10,000-കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ആളുകളാണ് ഈ പാർട്ടിയുടെ കരുത്ത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പാർട്ടിയിൽ 5 തവണ MLA ആയ ഈ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയായ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് KK ശൈലജ എന്ന് പറയുന്നത്. ഈ പാർട്ടിയുടെ മുഖം തന്നെയാണവർ. അങ്ങനെയുള്ള KK ശൈലജയെ പോരാടിയാൽ വിജയിക്കും എന്ന് പാർട്ടി വിശ്വസിക്കുന്ന ഒരു മണ്ഡലത്തിൽ പോയി മത്സരിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റ്? അതെങ്ങനെയാണ് അവരെ തോൽപ്പിക്കാൻ കൊണ്ടുപോയി നിർത്തുന്നത് എന്ന വാദം വരുന്നത് എന്നതിനോട് എനിക്ക് യോജിപ്പ്. ഇനി മറ്റേത് പറഞ്ഞ പോലെ ഇനിയിപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, പേരാവൂർ മണ്ഡലത്തിൽ KK ശൈലജ മത്സരിക്കാൻ വരുമ്പോൾ നേരത്തെ ദിബിൻ സൂചിപ്പിച്ചതുപോലെ സണ്ണി ജോസഫ് എന്ന അവരുടെ പാർട്ടിയുടെ മുഖം ആ മണ്ഡലത്തിന് പുറത്തു പോകാൻ കഴിയാത്ത രീതിയിൽ തളയ്ക്കപ്പെടുകയാണ്. അതിപ്പോൾ VD സതീശൻ്റെയോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല മത്സരിക്കുന്ന അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെ മലപ്പുറം പോലെയുള്ള ഒരു മണ്ഡലമല്ല എന്ന ബോധ്യം കൃത്യമായി കോൺഗ്രസ്സുകാർക്കെങ്കിലും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. അവിടെ ഇപ്പോൾ ഉരുത്തിരിയുന്ന ഒരു രാഷ്ട്രീയം എന്നുള്ളത്, അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇനി വരാൻ പോകുന്നത് ഒരു കോൺഗ്രസ്സുകാരനാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തകളിൽ ഒന്നതാണ്. കോൺഗ്രസിൻ്റെ ആ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരാൾ അവിടുത്തെ BJPയുടെ സ്ഥാനാർത്ഥിയായി വരാൻ പോവുകയാണ്. സണ്ണി ജോസഫിൻ്റെ സഹോദരൻ തന്നെ ഒരു BJPയുടെ പരിപാടിയിൽ പോയ വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്തു. അപ്പോൾ അവിടെ പലതരത്തിലുള്ള ആ ജില്ലയിൽ പലതരത്തിലുള്ള ചില രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുന്നുണ്ട്. KK ശൈലജ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇടതുപക്ഷത്തിന് അനുകൂലമാകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ KK ശൈലജയെ സ്വീകരിക്കും. സണ്ണി ജോസഫിനെ KK ശൈലജ ഈ തെരഞ്ഞെടുപ്പിൽ മലർത്തിയടിച്ചാൽ KK ശൈലജയുടെ രാഷ്ട്രീയ ഗ്രാഫ് പിന്നെന്താണ്? ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് എല്ലാ കാലത്തും പാർലമെൻ്ററി രാഷ്ട്രീയവും അവരുടെ സംഘടനാ രാഷ്ട്രീയവും
സംഘടനാ രംഗത്ത് പ്രവർത്തിക്കേണ്ട ആരാണ്, പാർലമെൻറ്റ് രംഗത്ത് പ്രവർത്തിക്കേണ്ട ആരാണ്, ഇത് CPM എല്ലാ കാലത്തും നിശ്ചയിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ഉള്ളപ്പോൾ CPM കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ ആകർഷിക്കാൻ പറ്റിയ, നമുക്ക് പറഞ്ഞ വളരെ ഇങ്ങനെ വിരലിൽ എണ്ണാവുന്ന അങ്ങനെ അത്ര നേതാക്കളെയാണ് CPM എപ്പോഴും എന്ത് ചെയ്ത് ഒരു തെരഞ്ഞെടുപ്പിൽ പ്ലേസ് ചെയ്യുക. ആ അർത്ഥത്തിൽ കേരളം മുഴുവൻ നടന്ന് പ്രചരണം നടത്തേണ്ട, കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും എത്തി CPM വേണ്ടി ഇടതുപക്ഷത്തിന് വേണ്ടി ഓട്ടഭ്യർത്ഥിക്കേണ്ട അത്തരത്തിലുള്ളൊരു പ്രതിച്ഛായയായി നിൽക്കേണ്ട ആളാണ് KK ശൈലജ. സായി പറഞ്ഞ ഈ പ്രശ്നം വരുമ്പം സണ്ണി ജോസഫ് എങ്ങനെ പേരാവൂർ തളച്ചിടപ്പെടുന്നോ അതേ അർത്ഥത്തിൽ ശൈലജ ടീച്ചറോടെ തളച്ചിടപ്പെടും എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ മറക്കരുത്. ഇപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ച് പിണറായി വിജയൻ ധർമ്മടത്ത് മത്സരിക്കുമ്പോൾ CPM ഏറ്റവും വലിയ ബെനിഫിറ്റ് അതാണ്. പിണറായി വിജയൻ ധർമ്മടത്ത് വരുമ്പം പിണറായി വിജയന് കേരളം മുഴുവൻ നടന്ന് പ്രചരണം നടത്താം. ധർമ്മടത്തേക്ക് മാത്രമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. പക്ഷേ ശൈലജ ടീച്ചറെ പോലെ കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കേണ്ട, CPM എല്ലാ മണ്ഡലങ്ങളിലും മുഖമാകേണ്ട പിണറായി വിജയനെ പോലെ അല്ലെങ്കിൽ CPM പ്രമുഖ നേതാക്കളെ പോലെ എല്ലാം അത്ര നേതൃപരമായിട്ടും അവരുടെ സംഘടനാ ഔന്നത്യം അനുസരിച്ചും അവർ നിലവിൽ സംഘടനാ സംവിധാനത്തിലുള്ള അവരുടെ സ്ഥാനം അനുസരിച്ചും ഒക്കെ കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കേണ്ട ഒരു നേതാവിനെ പേരാവൂർ പോലെ ഒരു എന്താ പറയുക 50-50 ചാൻസുള്ള ഒരു വിജയം 100% ഉറപ്പില്ലാത്തൊരു മണ്ഡലത്തിൽ അവരും തളച്ചിടപ്പെടുകയാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ കാണാതെ പോകരുത്. അതും CPM ഏതെങ്കിലും അർത്ഥത്തിൽ CPM അത് ഈ തെരഞ്ഞെടുപ്പിൽ ഗുണമല്ല ദോഷമാണ് ചെയ്യുക എന്നുള്ളതാണ് എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം. ഞാൻ ഒരു കാര്യം കൂടി ആഡ് ചെയ്തോട്ടെ. അതായത് നമ്മുടെ ഈ ചർച്ച പൂർണ്ണമായും ശൈലജ ടീച്ചറുടെ പൊളിറ്റിക്കൽ പ്രൊഫൈലുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയായി മാത്രം മാറി എന്ന പൂർണ്ണമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ രണ്ടാമത്തെ റൗണ്ട് സംസാരിക്കുമ്പോൾ പോലും നമ്മൾ സണ്ണി ജോസഫിനെ കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല എന്നുള്ളത് കൊണ്ടും ഞാൻ സണ്ണി ജോസഫിനെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് സണ്ണി ജോസഫ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് നോക്കൂ, കെ സുധാകരനൊപ്പം സമകാലികനായ ഒരു നേതാവാണ്. അയാളെക്കാൾ ജൂനിയർ ആണെങ്കിൽ കൂടും, കെ സുധാകരനേക്കാൾ ജൂനിയർ ആണെങ്കിൽ കൂടി സമകാലികനായ ഒരു നേതാവാണ്. ചെന്നിത്തലയ്ക്ക് ശേഷം, കെ സുധാകരന് ശേഷം VD സതീശൻ എന്ന് പറയുന്ന അടുത്ത തലമുറയിലേക്കല്ലാതെ അതിനിടയിലുള്ള നേതാക്കളിൽ ആരാണ് ബാക്കിയുള്ളത് എന്ന് ചോദിച്ചാൽ അതിൽ സണ്ണി ജോസഫ് പോലെ കുറച്ച് വളരെ ചുരുക്കം നേതാക്കൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, 2021 ചരിത്രപരമായ തോൽവിയിലേക്ക് കോൺഗ്രസ് പോയത് കൊണ്ട് മാത്രം KPCC പ്രസിഡന്റായി വന്ന ഒരേ ഒരു മനുഷ്യനാണ് സണ്ണി ജോസഫ് എന്ന് പറയുന്നത്. അന്ന് സണ്ണി ജോസഫ് KPCC പ്രസിഡന്റായി വന്ന സമയത്ത് ഏറ്റവും ശക്തമായി വരുന്ന വിമർശനം എന്ന് പറയുന്നത് പേരാവൂരിൻ്റെ KPCC പ്രസിഡന്റാണ് സണ്ണി ജോസഫ് എന്നായിരുന്നു. ആ വിമർശനം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ സണ്ണി ജോസഫിൻ്റെ ഏറ്റവും വലിയ ക്യാമ്പയിനിങ് ടാഗ്ലൈൻ ആയിരിക്കും. കാരണം പേരാവൂരിൻ്റെ മനുഷ്യനാണ് അയാൾ, പേരാവൂരിൽ ജീവിക്കുന്ന ആളാണ് അയാൾ. എന്ന് അവധി ലഭിക്കുന്നോ അന്ന് പേരാവൂരിൽ പോകുന്ന മനുഷ്യനാണ് സണ്ണി ജോസഫ് എന്ന് പറയുന്നത്. സണ്ണി ജോസഫ് എന്ന് പറയുന്നത് പേരാവൂരിലെ സാധാരണക്കാരായ മുഴുവൻ മനുഷ്യരുമായും അടുത്ത ബന്ധമുള്ള ആളാണ്. അവിടെ ഈ പറഞ്ഞ പോലെ സാമുദായിക സമവാക്യം നോക്കുകയാണെങ്കിൽ പള്ളിയുമായി അടുത്ത് നിൽക്കുന്ന മനുഷ്യനാണ്. അവിടുത്തെ എല്ലാ മനുഷ്യരുമായി അത്രയും അടുത്ത് നിൽക്കുന്ന സണ്ണി ജോസഫിനെ പോലെ ഒരു നേതാവ്, ലൗഡ് അല്ലാത്തൊരു നേതാവ്. നോക്കൂ, കെ സുധാകരനെ പോലെ ലൗഡായ ഒരു നേതാവിന് മാത്രം എക്സൽ ചെയ്യാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ ഭൂമികയാണ് കണ്ണൂർ എന്ന് പറയുന്നത്. അത്രയും ലൗഡല്ലാത്ത ഒരു നേതാവ് വളരെ പതിയെ വളരെ സ്റ്റഡിയായി നിന്ന് പരിശ്രമിച്ചു വന്ന് KPCC അധ്യക്ഷനാവുകയാണ്. ഇയാളൊക്കെയാണോ KPCC അധ്യക്ഷനാക്കുന്നത് എന്ന് എത്ര മനുഷ്യർ ചോദിച്ചിട്ടുണ്ട് ഈ പൊളിറ്റിക്കൽ പോസ്റ്റിങ്ങിൻ്റെ സമയത്ത്. അങ്ങനെ വന്നൊരു നേതാവ്. നോക്കൂ, കണ്ണൂരിൽ 11 മണ്ഡലങ്ങളിൽ 2 മാത്രമേ കോൺഗ്രസിന് നിലനിൽക്കാൻ സാധിക്കുന്നുള്ളൂ. അത് പേരാവൂരും ഇരിക്കൂറും മാത്രമാണ്. എന്തുകൊണ്ട് പേരാവൂരിൽ കോൺഗ്രസിന് ഒരു ഗ്രിപ്പ് ലഭിക്കുന്നു എന്നുള്ള ചോദ്യമുണ്ട്. എന്തുകൊണ്ട് പേരാവൂരിൽ CPM കണ്ണൂർ എന്ന് പറയുന്ന രാഷ്ട്രീയ ഭൂമിക മൊത്തത്തിലെടുത്താൽ അത്രയും ശക്തമായ സാന്നിധ്യമായി നിൽക്കുന്ന CPM എന്തുകൊണ്ട് പേരാവൂരിൽ അങ്ങനെ പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നോക്കൂ, സാമൂഹികമായി സാംസ്കാരികമായൊക്കെ ഈ CPM ഇടപെടുന്ന ചില രീതികളുണ്ട്. ഇപ്പോൾ വായനശാലകൾ അല്ലെങ്കിൽ ക്ലബ്ബുകൾ, അങ്ങനെയുള്ള വളരെ വളരെ പ്രാദേശികമായ ചില കൂട്ടായ്മകളുണ്ട്. ആ കൂട്ടായ്മകൾക്കെല്ലാം ഒരു രാഷ്ട്രീയ സ്വഭാവമുണ്ട്. കണ്ണൂരിൽ ജീവിച്ച ആളുകൾക്ക് അത് വളരെ വളരെ എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ തലശ്ശേരിയിലും അല്ലെങ്കിൽ ധർമ്മടത്തും അല്ലെങ്കിൽ കണ്ണൂരിലും ഒക്കെ പയ്യന്നൂരിലൊക്കെ ഉള്ള സമയത്ത് അത് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളെല്ലാം നാടകവും എല്ലാം കണക്റ്റഡായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയത്തിലാണ്. അത് CPM രാഷ്ട്രീയമാണ്. അങ്ങനെ വായനശാലകൾക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കോ സമാന്തരമായ ഇത്തരം പ്രവർത്തനങ്ങൾക്കോ കടന്നു കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ടെറിട്ടറി അല്ലാതെ എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ മനുഷ്യരെ പിടിച്ചു നിർത്തുന്നത് പലപ്പോഴും വിശ്വാസങ്ങളാണ്. നോക്കൂ, നിങ്ങൾ ഈ മലയോര പ്രദേശങ്ങളെ എടുത്തു നോക്കിയാൽ അതിൻ്റെ ഒരു ഉദാഹരണം എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ പലപ്പോഴും വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ഈ ആളുകളുടെ ഒരു ട്രൈബൽ പോപ്പുലേഷൻ്റെ ഒരു യൂണിറ്റി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഐക്യത്തെ നമുക്ക് പലയിടങ്ങളിൽ കാണാൻ സാധിക്കും. ആ പ്രത്യക്ഷത്തിൽ അത് നമുക്ക് പേരാവൂരിലും കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സണ്ണി ജോസഫിനെ പോലെ ഒരാൾ, നേരത്തെയുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എടുത്തു നോക്കൂ, 2025 ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 12,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട് കോൺഗ്രസിന് പേരാവൂരിൽ. അത് മാത്രമല്ല, അതിന് തൊട്ടു മുമ്പുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയാൽ 23,000-ൽ പരം വോട്ടിന്
ഭൂരിപക്ഷമുണ്ട് കെ സുധാകരന് പേരാവൂർ മണ്ഡലത്തിൽ. ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എനിക്ക് സായിലേക്ക് വെക്കാനുള്ളൊരു ചോദ്യമുണ്ട്. അതായത് നിങ്ങൾ വനിതാ മുഖ്യമന്ത്രി എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ, അത് CPM ഒരു കാലത്തും ഈ പറഞ്ഞതുപോലെ അതിനൊപ്പം പോയിട്ടില്ലെന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അത് മാത്രമല്ല, ഈ ചർച്ചകൾ പോലും നോക്കൂ, നിങ്ങൾ നമ്മുടെ തന്നെ റിപ്പോർട്ടറിൻ്റെ തന്നെ അഭിമുഖത്തിൽ കെ ശൈലജയോട് വനിതാ മുഖ്യമന്ത്രി എന്ന ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ അവർ അസ്വസ്ഥയാവുന്നതും അവർ ആ ചോദ്യത്തോട് പ്രതികരിക്കാൻ സാധിക്കാതെ വരുന്നതുമായ ഒരു നിസ്സഹായ അവസ്ഥ അവർക്കുണ്ട്. ആ ചർച്ച ഉണ്ടാകാതിരിക്കാൻ അവർ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് അറിയോ? അവരെ തഴയാനുള്ള കാരണമായത് മാറുമോ എന്ന ഭയം പോലും അവർക്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നിടത്ത് നോക്കൂ, സണ്ണി ജോസഫ് ജയിച്ചാൽ, UDF ഭരണം പിടിച്ചാൽ സണ്ണി ജോസഫ് മന്ത്രിയായിരിക്കും. ഞാൻ ചോദിക്കുന്നത് വനിതാ മുഖ്യമന്ത്രി ആവണ്ട, കെ ശൈലജ ജയിച്ചാൽ കെ ശൈലജ മന്ത്രിയാകുമെന്ന് ഉറപ്പ് തരാൻ പറ്റുമോ നിങ്ങൾക്ക്? അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ പോലും ഉറപ്പ് തരാൻ സാധിക്കാത്ത അത്രയും വലിയ സ്റ്റേച്ചറുള്ള, കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരാളെ നിങ്ങൾ ഇത്തരത്തിലൊരു മണ്ഡലത്തിൽ ചെന്ന് നിർത്തിയിട്ട് അയാളെ എങ്ങനെ നിങ്ങൾ നാളെ പൊളിറ്റിക്കലി പൊസിഷൻ ചെയ്യുമെന്ന ചോദ്യം അവിടെ നിലനിൽക്കുന്നത്. ഒരു പക്ഷേ വേണമെങ്കിൽ പറയാം CPMൻ്റെ രീതി അതല്ല, CPMൻ്റെ സംഘടനാ സംവിധാനം അതല്ല, CPMൻ്റെ സംഘടനാ സംവിധാനം അനുസരിച്ച് ഇതൊരു മിഷനാണ്, ഇതൊരു ഉത്തരവാദിത്തമാണ്, അത് ഏറ്റെടുക്കുക എന്നതിനപ്പുറത്തേക്ക് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല CPM മത്സരിക്കുന്നത് എന്നുള്ള ന്യായീകരണങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. അതേ സമയത്ത് നിങ്ങൾക്കൊരു വിതരണ നീതി എന്ന് പറയുന്ന ഒരു കാര്യം കൂടി നിങ്ങൾ ഇതിൽ പാലിക്കേണ്ടതുണ്ട്. ആ വിതരണ നീതി പാലിച്ചോ എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മാത്രമല്ല, സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ കൊടുങ്കാറ്റടിച്ചപ്പോഴും പിടിച്ചു നിന്ന മനുഷ്യനാണ് സണ്ണി ജോസഫ്. 2021, 2025 2024 നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ മുന്നേറ്റം കോൺഗ്രസിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. 2026 അത് ആവർത്തിക്കുമെന്ന് തന്നെയാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ ആ മണ്ഡലത്തെ വിശകലനം ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത്. കെ ശൈലജയ്ക്ക് രണ്ടാമതൊരു തോൽവി കൂടി വടകരയ്ക്ക് ശേഷം ഉണ്ടായാൽ അതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇനി കാത്തിരിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഒറ്റ കാര്യം കൂടി ഞാൻ ഇതിനകത്ത് നാടി ചെയ്തോട്ടെ. ഇപ്പോൾ നമ്മൾ സണ്ണി ജോസഫിൻ്റെ അവിടുത്തെ ഒരു സ്റ്റേക്കിനെ പറ്റി പറഞ്ഞു. ഇപ്പോൾ സണ്ണി ജോസഫ് ആ മണ്ഡലത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത് സ്വാഭാവികമായിട്ടും എല്ലാ മണ്ഡലങ്ങളും, കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും മുന്നോട്ട് വയ്ക്കുന്ന പോലെ വികസനമായിരിക്കും. വികസനം പറയാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി പേരാവൂർ മാറിയിട്ടുണ്ട്. ഒന്ന് മലയോര ഹൈവേ, 2 ഒരു എയർപോർട്ട് റോഡ്. ഈ 2 റോഡുകൾ ഏകദേശം മലയോര ഹൈവേയുടെ പണി പൂർത്തിയായി, എയർപോർട്ട് റോഡ് ഏകദേശം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാലത്തും UDF തള്ളിപ്പറഞ്ഞ കിഫ്ബി പോലെ ഒരു സംവിധാനം ഉപയോഗിച്ചുണ്ടാക്കിയ റോഡുകളാണ് ഇത് രണ്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും സണ്ണി ജോസഫിനെ പോലുള്ള ഒരു KPCC പ്രസിഡന്റിന്, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവിന് ഒരു വികസനത്തെപ്പറ്റി പറഞ്ഞ് അവിടെ വോട്ട് പിടിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. ഈ വികസനം എവിടെ നിന്നാണ് വന്നതെന്ന് പറയുമ്പോൾ സർക്കാരിനെതിരെ ഇവർ പറയുന്നതല്ല, ബാക്കി മണ്ഡലങ്ങളിലെല്ലാം സർക്കാരിനെതിരെ പറയുന്ന ഈ സർക്കാർ വികസനത്തിനെതിരാ നിന്നു, അല്ലെങ്കിൽ പിണറായി സർക്കാർ വികസനം നടപ്പിലാക്കിയില്ല, ഇടതുപക്ഷം വികസനത്തിനെതിരാണെന്ന് പറഞ്ഞ പല നെറേറ്റീവുകളുണ്ടല്ലോ. ഈ നെറേറ്റീവുകൾ അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷ നിലപാടിലാണ് CPM പോണതെന്നുള്ള PD സതീശൻ്റെ നിലപാട്, ലിബറലാണ്, നിയോ ലിബറലാണെന്ന് പറയുന്ന തരത്തിലുള്ള ഒരു പ്രത്യയശാസ്ത്രങ്ങളെ കൂടി കൂട്ടിക്കുഴച്ചുള്ള PD സതീശൻ്റെ നിലപാടുണ്ടല്ലോ. ആ നിലപാടെല്ലാം ചോദ്യം ചെയ്യപ്പെട്ട ഒരു മണ്ഡലങ്ങൾ കൂടിയായിട്ട് പേരാവൂർ മാറും. കാരണം പേരാവൂരിലെ ജനങ്ങൾ കണ്ടിട്ടുണ്ട് ഈ വികസനം. ഈ റോഡ് മലയോര ഹൈവേ പോയവർക്കറിയാം, മട്ടന്നൂർ വഴി പോയവർക്ക്, പേരാവൂർ വഴി പോയവർക്കറിയാം അവിടുത്തെ വികസനത്തിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന്. അത് ആരുടെ അക്കൗണ്ടിൽപ്പെടുത്തി അവിടെ സണ്ണി ജോസഫ് അവതരിപ്പിക്കുന്നുള്ളതും വളരെ പ്രധാനമാണ്. കാരണം കേരളം മുഴുവൻ ഈ UDF തള്ളി പറയുന്ന ഒരു സംഭവത്തെ, ആ തള്ളിപ്പറയുന്ന കാര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് KPCC പ്രസിഡന്റ് പേരാവൂർ വോട്ട് നേടേണ്ട ഒരു സാഹചര്യമുണ്ട്. അതും നമ്മൾ ഈ കാര്യത്തിൽ മറന്നുകൂടാ. യെസ്, അപ്പോൾ 15 വർഷത്തിന് ശേഷം സണ്ണി ജോസഫും കെ ശൈലജയും മുഖാമുഖം വരുമ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം കാണാൻ പോകുന്ന ഏറ്റവും ശക്തമായ പോരാട്ടം പേരാവൂരിൽ നടക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. പേരാവൂരിലെ പോരിൽ ജനം എന്ത് വിധി എഴുതും, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇക്കുറി പേരാവൂരിൽ ആരാകും ആർക്കൊപ്പം?